ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷീർത്തം ചാനലിലേക്ക് സ്വാഗതം. കുംഭക്കൂറുകാർക്ക് 2026 പുതുവർഷം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാർക്ക് 2026 വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഇവർക്ക് ധാരാളം ഗുണഫലങ്ങൾ നൽകും. അർത്ഥലാഭം ഈ കൂറുകാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നേടാനാകും. എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായി വലിയ ലാഭം പ്രതീക്ഷിക്കാം. കടബാധ്യതകളൊക്കെ തീർക്കുവാനും ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ സന്താന സുഖവും ഇവർക്ക് അനുഭവപ്പെടും. സന്താനങ്ങളെ ഓർത്ത് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ച് വന്ന ദമ്പതിമാർക്ക് അതിൽ നിന്നെല്ലാം മോചനം ഉണ്ടായി മനസ്സിന് സമാധാനം ഉണ്ടാകും. അതുപോലെ നവീന ഗ്രഹലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം. പുതിയതായി വീട് പണി നടക്കുന്നവർക്ക് അതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ അവസരമുണ്ടാകും. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. മനസ്സിന് എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ കാലഘട്ടമാണ് ഈ വർഷത്തിന്റെ ആദ്യ പകുതി. എവിടെയും കാര്യങ്ങളിലെ വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. കർമ്മരംഗത്ത് വലിയ പുഷ്ടി പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കുറച്ചുകൂടെ ഉയർച്ച ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ കർമ്മരംഗം കൊണ്ട് സാമ്പത്തികമായി വലിയ നേട്ടം അനുഭവപ്പെടും. പുതിയ പുതിയ സംരംഭങ്ങൾ ആവിഷ്കരിക്കാനും അതൊക്കെ വിജയിപ്പിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂല സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള വിവാഹങ്ങളും മറ്റും നടത്തുവാൻ സാധിക്കും. അതുപോലെ ദമ്പതിമാർക്കിടയിലും മെച്ചപ്പെട്ട ദാമ്പത്യ ബന്ധം നിലവിൽ വരും. ഈ കൂറിൽ ജനിച്ചവർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സാമ്പത്തികമായ വലിയ ഉയർച്ച വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി മൂലം ഉണ്ടാകുമ്പോൾ തന്നെ ഈ കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ശനിയാണ് എന്ന വസ്തുത മറന്നുകൂടാ. 2-ാം ഭാവം ധനഭാവവും വാക്സ്ഥാനവുമാണ്. അപ്പൊ ധനപരമായ ഉയർച്ച ഉണ്ടാകുമ്പോൾ തന്നെ ആ ഉയർച്ച പിടിച്ചു നിർത്തുവാനുള്ള ശ്രദ്ധ ഈ കൂറുകാര് പ്രത്യേകം കാണിക്കണം. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ആലോചനാപൂർവ്വം വേണം തീരുമാനങ്ങൾ എടുക്കാൻ. സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കരാറുകളിലും ഈ കൂറിൽപ്പെട്ടവർ ഒപ്പിടാൻ പാടില്ല. അതുപോലെ പാഴ്ചെലവുകളെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിതമായ സംസാരം ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണം ചെയ്യും. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഇടപെടുമ്പോൾ വാക്കുകൾ കൈവിട്ടു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വ്യാഴം ഇവർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. അതുകൊണ്ട് ആരോഗ്യപരമായി വലിയ ഗുണം ഇവർക്ക് ലഭിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ വിട്ടുമാറുന്നതാണ്. സാമ്പത്തികമായ നേട്ടത്തിന് പുറമെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. വാഹനം വാങ്ങുവാനും വസ്തു വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് എല്ലാ നേട്ടങ്ങളും ഇവർക്ക് കൈവരിക്കാൻ കഴിയും. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. സന്താനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. അതുപോലെ ഉദ്യോഗ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ജൂൺ മാസം 2-ാം തീയതി വ്യാഴം ഉച്ചസ്ഥാനത്തേക്ക് മാറുകയാണ്. ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലാണ് ഉച്ചസ്ഥനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലേക്ക് പതിയുന്നതിനാൽ കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും. പുതിയ പുതിയ കർമ്മരംഗങ്ങൾ തേടിയെത്തുവാനും അത് വിജയിപ്പിക്കുവാനും ഒക്കെ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വ്യാഴം ഇവർക്ക് നൽകുന്നതാണ്. ഒക്ടോബർ 31 മുതൽ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്.
ഇത് ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും. ദാമ്പത്യപരമായിട്ട് വലിയ മുന്നേറ്റം ഇവർക്ക് അനുഭവപ്പെടും. കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇവർക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതാണ്. ജന്മത്തിൽ നിൽക്കുന്ന രാഹുവും 7ാം ഭാവത്തിലെ കേതുവും അത്ര അനുകൂലമല്ലാത്തതിനാൽ ചെറിയ ചെറിയ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും ഗണപതി പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. അതുപോലെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. വർഷത്തിന്റെ ആരംഭത്തിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ 12ാം ഭാവത്തില് ഉച്ചസ്ഥനായിട്ടാണ് സ്ഥിതി ചെയ്യുക. ഉച്ചസ്ഥനായ ചൊവ്വയെ കൊണ്ട് കർമ്മരംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. 4ഉം 11ഉം ഭാവത്തിന്റെ അധിപനായ ചൊവ്വയുടെ ഉച്ചസ്ഥിതി കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അതുപോലെ വാഹനവും വസ്തുവും വാങ്ങിക്കുവാൻ ഏറ്റവും അനുകൂല സമയവുമാണ്. പാഴ്ചെലവുകളെ നിയന്ത്രിച്ച് സാമ്പത്തികമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ഇവർക്ക് വളരെ അനുകൂലമാണ്. നേരായ മാർഗത്തിലൂടെ ധാരാളം പണം സമ്പാദിക്കുവാൻ ഇവർക്ക് കഴിയും. അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ വാങ്ങുവാനും അനുഭവിക്കുവാനും ഒക്കെ ഇവർക്ക് അവസരം ലഭിക്കും. വിദ്യാഭ്യാസപരമായും ഈ കൂറുകാർക്ക് വലിയ ഉയർച്ചയാണ് 2026 വരാൻ പോകുന്നത്. ബുദ്ധിപരമായ ഉണർവ് ഈ കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കും. വർഷത്തിന്റെ ആരംഭത്തിൽ 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പിന്നീട് ഉച്ചസ്ഥാനമായ 6ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. ഇതെല്ലാം കൊണ്ടും ഈ കൂറുകാർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രിതമാണെങ്കിലും വ്യാഴത്തിന്റെ ഇഷ്ടഭാവ സ്ഥിതി മൂലം ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെടാതെ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് ഇടവരും. കുംഭക്കൂറിൽ ജനിച്ചവർക്ക് 2026 പുതുവർഷത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.